നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഗരം മസാല. വിവിധങ്ങളായ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസിപ്പികളിൽ അത്യന്താപേക്ഷിതമായ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത്. ഇന്ന് നമുക്ക് ഒരു ഗരം മസാല തയ്യാറാക്കിയാലോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കിനി ഗരം മസാല തയ്യാറാക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. പെരുംജീരകം 100 ഗ്രാം, ഏലക്ക 2 ടേബിൾ സ്പൂൺ, ഗ്രാമ്പൂ 2 ടേബിൾ സ്പൂൺ, കറുവാപ്പട്ട ചെറുതായി മുറിച്ചത് 2 ടേബിൾ സ്പൂൺ, തക്കോലം 6 എണ്ണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പെരുംജീരകം, ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, തക്കോലം മുതലായവ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. എണ്ണയില്ലാതെയാണ് വറുത്തെടുക്കേണ്ടത്. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വേണം വറുത്തെടുക്കുവാൻ. ഇങ്ങനെ വറുത്തെടുക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതായി, ഇങ്ങനെ വറുത്തെടുക്കുന്നത് മൂലം വേഗം പൊടിച്ചെടുക്കുവാൻ സാധിക്കും. രണ്ടാമതായി, വറുത്തെടുക്കുമ്പോൾ ഇതിലെ ജലാംശം ഇല്ലാതാകുന്നതിനാൽ കൂടുതൽ കാലം നമുക്ക് കേടില്ലാതെ സൂക്ഷിക്കുവാൻ സാധിക്കും. മൂന്നാമതായി, വറുത്തെടുക്കുമ്പോൾ സ്പൈസസിൻ്റെ ഉള്ളിലുള്ള ഒരു തരം എണ്ണമയം പുറത്തു വരുന്നതിനാൽ വറക്കാതെ പൊടിക്കുന്നതിനേക്കാൾ ഒരു നല്ല ഫ്ലേവർ വറുത്തു പൊടിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് പൊടിച്ചെടുക്കുവാനായി സ്പൈസസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക. കൂടുതൽ കാലം ഗരം മസാലയുടെ ഫ്ലേവർ നിലനിൽക്കാൻ ചെറിയ തരിയായി പൊടിച്ചെടുക്കുന്നത് സഹായിക്കും. തരിയായി പൊടിച്ചെടുത്ത ഗരം മസാല എയർ ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഏകദേശം 1 വർഷത്തോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ ഗരം മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വിവിധങ്ങളായ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസിപ്പികളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ റെസിപ്പി വിശദമായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ റെസിപ്പികളുമായി വീണ്ടും കണ്ടുമുട്ടും വരെ വണക്കം.